പക്ഷെ ഇത് എന്തോ കുഴപ്പമുണ്ട്. അതിനൊരു കുഴപ്പമില്ല. തരാമോ? തരാം. ഇതാണ് എയർ ഫിൽറ്ററിന്റെ ബോക്സ്. ഇത് നമ്മുടെ ഈ മാരുതിക്കകത്തുനിന്ന് ഇതിനൊരു വ്യത്യാസം ഉണ്ടെന്ന് അറിയാവോ? ഇത് മെറ്റലാ. ഇതാ തട്ടി നോക്കിയേ, സൗണ്ട് കണ്ടോ? ഇത് അഴിച്ചു കാണിക്കാം പപ്പ. ഇതാ എഴുതിയേക്കുന്നത് കണ്ടോ? ഇങ്ങനെ നോക്കിയേ, ഡെൻസോ. ഡെൻസോ ഡെൻസോ ഒരു ജാപ്പനീസ് ബ്രാൻഡാണേ. നമ്മുടെ ഈ 5 സ്പീഡ് മാരുതിയുടെ പാർട്സുകളെല്ലാം കുറേയൊക്കെ ജാപ്പനീസ് ബ്രാൻഡാണ് മേക്ക് ചെയ്തേക്കുന്നത്. ഇതെന്തിനാ പപ്പ മാറ്റുന്നതെന്നാ പറഞ്ഞേ? ഇത് ഒറിജിനൽ അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമുക്കിത് മാറ്റാം. ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെങ്കിലും പേപ്പർ ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. പിന്നെ അന്നേരം ഇമ്മീഡിയറ്റ്ലി മാറ്റേണ്ട അവസ്ഥയായിരുന്നു. ഇതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി വെച്ചതേ ഉള്ളൂ. ഞാനിതിൻ്റെ പഴയ അവസ്ഥ കാണിച്ചില്ല. ഇത് മുന്നേ ഉണ്ടായിരുന്ന എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇതായിരുന്നു. വണ്ടി ഭയങ്കര ശ്വാസം മുത്തിയിട്ട് നമുക്ക് മൂക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഒരു ദിവസം വൈകുന്നേരം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ മാറ്റി വെച്ചതാണ്. പക്ഷേ ഇപ്പോഴും ഉണ്ടായിരുന്നു ഇത് മാറ്റി ഒറിജിനൽ ആക്കണമെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ഒറിജിനൽ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ. ഒറിജിനൽ കാണിച്ചു തരാം. അതിനകത്തൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല, വേറെ കമ്പനിയുടെ സാധനം വാങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ആ പാക്ക് വരുമ്പോഴത്തേക്ക് തന്നെ വ്യത്യാസം. ഇത് കണ്ടോ? ഇത് മാരുതി സുസുക്കി ജെനുവിൻ പാർട്സ് ആണ്. പൊട്ടിച്ച് കാണിച്ചത്.